ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പ്രോൺസ് ഡൈനാമൈറ്റ് എന്ന ഒരു സ്റ്റാർട്ടറാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പറ്റിസറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കി ഉണ്ടാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ പ്രോൺസിന് മിക്സ് ചെയ്യാനായിട്ടൊരു സോസ് ഉണ്ടാക്കണം. അതിന് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് മയോണൈസ് എടുത്തിട്ടുണ്ട്, ഒരു 2 ടീസ്പൂൺ ചില്ലി സോസ്, പിന്നെ നമുക്ക് ചൂടാക്കാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ വെച്ചിട്ട് 1/4 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ, 1/4 ടീസ്പൂൺ ക്രഷ്ഡ് ജീരകം, പിന്നെ ഒരു 1/4 പകുതി മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്യണം. റോസ്റ്റ് ചെയ്തിട്ട് വേണം, ഒന്ന് ആറി കഴിഞ്ഞിട്ട് വേണം ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വേണം ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് ഇതിനകത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ചെമ്മീൻ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ആ ചെമ്മീനിലോട്ട് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം സോൾട്ട് ഇട്ട് കഴിഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ഇപ്പുറത്ത് ഇവിടെ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഫ്ലവറും മൈദ, 1 ടീസ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ പപ്രിക്ക പൗഡറും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഉപ്പിൽ പരട്ടിയ ചെമ്മീൻ ഇതിനകത്തിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പോകും. കോൺഫ്ലവറും ഫ്ലവറും പപ്രിക്കയും സോൾട്ടും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ഓരോരോ ചെമ്മീൻ ഇട്ടിട്ട് നന്നായിട്ട് കോട്ട് ചെയ്ത് ഇങ്ങനെ വെക്കണം. എന്നിട്ട് വേണം നമുക്ക് അതിനെ ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഞാൻ എല്ലാത്തിനെയും ഇങ്ങനെ ഈവൺലി എല്ലായിടും കോട്ടാവണം. എന്നിട്ട് ഇങ്ങനെ സൈഡിലോട്ട് മാറ്റി വെക്കാം കോട്ട് ചെയ്തത്. ജസ്റ്റ് വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട, ചെമ്മീനിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അത് മതി. നന്നായിട്ട് കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈവൺലി കോട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എല്ലാത്തിനെയും ബാക്കി ഇതുപോലെ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് പ്രോസസ്സിലോട്ട് പോവാം. ഞാനിപ്പോൾ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ചെമ്മീനെ ഇട്ട് നോക്കാം ചൂടായിട്ടുണ്ടോ എന്ന്. നല്ല ചൂടോടെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ കട്ട കെട്ടാതെ ഓരോ ചെമ്മീൻ വേണം ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിനെ നമുക്ക് ഒരു 2 മിനിറ്റ്സ് കൊണ്ട് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയാമല്ലോ, ചെമ്മീൻ എളുപ്പം ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും. അതിനിപ്പം 2 ട്രിപ്പായിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. എടുത്തായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കണം. കോൺഫ്ലവറും മൈദ നമുക്ക് ഇത്രയും മതി. ഇനി ഇതിനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇട്ട് കഴിഞ്ഞ് അപ്പം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ആ ചെമ്മീനൊക്കെ കുക്കായി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കതിന് സ്ട്രെയിനറിൽ എടുത്ത് ഒരു 2 മിനിറ്റ് കൊണ്ട് കുക്കായി കഴിയുമ്പോൾ നമുക്കതിനെ അടുപ്പത്തൊന്ന് മാറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ആ ചെമ്മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനതിന് ഒരു സ്ട്രെയിനറിലോട്ട് എടുത്തിട്ട് കണ്ടോ എണ്ണയൊക്കെ കളഞ്ഞിട്ട് നമുക്കതിന് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റും ജ്യൂസി ആയിട്ടുള്ള ഒരു ട്രിപ്പ് ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി. നമുക്ക് അടുത്ത ട്രിപ്പും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി നേരം ഇട്ട് മറക്കരുത്, വെച്ചാൽ ചെമ്മീൻ റബ്ബറിഷ് ടെക്സ്ചറായി പോവും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അടുത്ത സെറ്റും കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്ത് 2-3 മിനിറ്റ്സ് കൊണ്ട് അതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡിയായി. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ മയണൈസും സ്പൈസസും എല്ലാം കൂടെ ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. നമുക്കിതിനെ എല്ലാം കൂടെ യോജിപ്പിച്ച് മിക്സ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ നമ്മുടെ പ്രോൺസ് ഡൈനാമൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു വാഴയില ഒരു ഫണൽ ഷേപ്പിൽ ഒരു കോൺ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തെല്ലാം ആ ഡൈനാമൈറ്റ് പ്രോൺസ് നമുക്ക് ഫില്ല് ചെയ്യാം. എന്നിട്ട് കുറച്ച് ലെറ്റ്യൂസും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗാർണിഷായിട്ട് സ്പ്രിംഗ് ഒണിയനും കുറച്ച് റെഡ് ചില്ലിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കാണാനും നല്ല അപ്പിയറൻസ് ആയിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി നല്ല ജ്യൂസി ആയിട്ടുള്ള പ്രോൺസ് ഡൈനാമൈറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.